ലാളിത്യത്തിന്റെ ആൾരൂപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് പ്രമുഖ ഇന്ത്യൻ വ്യവസായി ML മിത്തൽ. 25 വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിച്ച ഓർമ്മകൾ പങ്കുവച്ചാണ് മിത്തലിന്റെ വാക്കുകൾ. മിത്തലിന്റെ വീട്ടിലായിരുന്നു അന്ന് അദ്ദേഹം താമസിച്ചത്. BJP ദേശീയ നേതാവെന്ന നിലയിലായിരുന്നു കാൽ നൂറ്റാണ്ട് മുൻപ് നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയത്. ഈ അനുഭവം ഓർത്തെടുത്താണ് പ്രധാനമന്ത്രിയുടെ ലാളിത്യത്തെക്കുറിച്ച് ML മിത്താൽ വാചാലനായത്. तो उन्होंने कहा कि वर्ल्ड के कई कंट्रियों में हमारी ब्रांचेज है और शाखाएं हैं जहां पर हम कंट्रियों में गरीबी हटाने के प्रोग्राम में काम करते हैं और वो इंटरनेशनल मैं देख रहा हूँ इस समय, तो मैं विजिट करता रहता हूँ. तो पहले इन कंट्रियों को विजिट किया जाए कुछ को और काम को आगे सब सोचा जाए क्या करना चाहिए क्या नहीं. आगे बढ़ा जल्दी. मैं बहुत इम्प्रेस हुआ उनकी जानकारी और नॉलेज जो उस समय ही वाज यंग मैन. उन्होंने कहा कि आप मेरी क्या मदद कर सकते हैं. മറ്റു കാര്യകർത്താക്കൾക്കൊപ്പം എത്തിയ മോദി AC മുറികൾ ഒഴിവാക്കിയാണ് താമസിച്ചതെന്ന് മിത്താൽ ഓർക്കുന്നു. ഇസ്തിരി ഇടാൻ ഉപയോഗിക്കുന്ന മുറിയാണ് കിടക്കാനായി തിരഞ്ഞെടുത്തത്. പുലർച്ചെ 5 മണിക്ക് ഉണരും. സ്റ്റാഫുകൾ എത്തുന്നതിനു മുൻപേ പ്രഭാത ഭക്ഷണം തയ്യാറാക്കും. പ്രധാനമന്ത്രിയുടെ അച്ചടക്കവും കൃത്യനിഷ്ഠതയും അന്നേ മാതൃകയാണെന്നും മിത്താൽ പറയുന്നു. पता लगा कि इन्होंने अपना लाइफ दिया RSS के लिए. ऐसा संत और महात्मा भी ऐसा नहीं करता. और खाना पीना 2 रोज उपवास करना, हफ्ते में 1-2 रोज फल फूल खाना, जमीन पर सोना और न एयर कंडीशनिंग न फैंस न टॉयलेट अटैच. तो हमारे साथ जाते वाले मैं होटल में नहीं ठहरूंगा. मैं तो किसी हमारे जो फॉलोअर्स है उनके पास ठहरूंगा और सुबह यहाँ आ जाऊंगा और शाम को दोपहर का लंच खाऊंगा और रात में फिर जाकर के जो मैं भोजन खाता हूँ वो करवाएंगे. वो जानते हैं. പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്ത പല അവസരങ്ങളിലും അദ്ദേഹം ഒരിക്കൽ പോലും AC മുറികൾ ഉപയോഗിച്ചിരുന്നില്ല. അപൂർവമായേ ഹോട്ടലുകളിൽ തങ്ങാറുള്ളൂ. കൂടുതൽ സമയവും സ്വയം സേവകർക്കൊപ്പമോ പ്രവർത്തകർക്കൊപ്പമോ കഴിയാറാണ് പതിവ്. ലളിതമായ ആഹാര രീതിയാണ് പിന്തുടരുന്നത്. വിദേശ യാത്രകളിൽ അലവൻസായി ലഭിക്കുന്ന പണത്തിന്റെ ഭൂരിപക്ഷവും പൊതുപ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും മിത്താൽ പറഞ്ഞു. മോദി BJP ദേശീയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് താൻ ഡൽഹി സന്ദർശിച്ചിരുന്നു. പരിമിതമായ സൗകര്യങ്ങളുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹം താമസിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും മിത്താൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജനം.